ഈ പരസ്പരമുള്ള പോർവിളി അത് പിന്നീട് നിയമ പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഗവർണറുടെ വിശ്വാസമില്ല എന്നത് രാഷ്ട്രപതിയിൽ പരാതിയായി സർക്കാർ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാജ്ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ ഇതിലും മറ്റൊന്നും ആരും പ്രതീക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇത്തരമൊരു വേദിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും കണ്ടുമുട്ടുമ്പോൾ അവർ പരസ്പരം മിണ്ടുമോ മിണ്ടാതിരിക്കുമോ എന്നതൊക്കെയുള്ള കൗതുകം രാഷ്ട്രീയ കൗതുകമായി നിൽക്കുകയായിരുന്നു. അത് തന്നെ സംഭവിച്ചു. രണ്ടുപേരും പരസ്പരം നോക്കിയില്ല, ഒരക്ഷരം മിണ്ടിയില്ല, ഒന്ന് കണ്ടതായി പോലും ഭാവിച്ചില്ല. ഒരുപക്ഷെ രണ്ടുപേർക്കും അതായത് ഒന്ന് മിണ്ടണം എന്ന താല്പര്യം രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നത് ഈ 7 മിനിറ്റ് സത്യപ്രതിജ്ഞ കാണുന്ന ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. മാത്രമല്ല ഗവർണറാകട്ടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ് ജനഗണമന ദേശീയഗാനം ആലപിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഗവർണർ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ചെയ്തത്. അവിടെ മുഖ്യമന്ത്രിയെ കടന്നു പോകുമ്പോഴും മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. തൊട്ടടുത്തടുത്ത ഇരിപ്പിടങ്ങളിലായിരുന്നു. മുഖം കൊടുക്കാതിരിക്കാൻ പരമാവധി രണ്ടുപേരും ഗവർണർ പ്രത്യേകിച്ച് ശ്രമിക്കുന്നത് നമുക്ക് വളരെ പ്രകടമായിരുന്നു. ഏതായാലും അതിനുള്ള പ്രതിഷേധമൊക്കെ തന്നെയാണ്. അവിടെ നിന്ന് ഗവർണർ പോയ ശേഷം ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കാതെ നേരെ ക്ലിഫ് ഹൗസിലേക്ക് പോയി. മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ പിന്നാലെ മന്ത്രിമാരെല്ലാം തന്നെ മടങ്ങുകയാണ് ചെയ്തത്. ആകെ AK ശശീന്ദ്രനും പുതിയ 2 മന്ത്രിമാരും മാത്രമാണ് ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത്. ഗവർണർ ആ ചായ സൽക്കാരത്തിൽ മുഴുവൻ സമയം ഇരിക്കുകയും ചെയ്തു. ഏതായാലും ഗവർണർ സർക്കാർ പോലെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം ഗവർണർ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തുമ്പോഴും SFI എല്ലാം കരിങ്കൊടി കാണിച്ചാണ് ഗവർണറെ സ്വീകരിച്ചത്. കഴിഞ്ഞ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ്, അതായത് ഈ സജി ചെറിയാൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നാം ഓർക്കണം. അന്ന് ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സജി ചെറിയാനെ മന്ത്രിയാക്കുന്നതിൽ ഉള്ള അതൃപ്തി അതെല്ലാം അവസാന നിമിഷം മാറുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ ക്ഷണിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ മഞ്ഞുരുകി. അതുകൊണ്ട് തന്നെ ഗവർണർ ആ വേദിയിൽ എന്താണ് ചെയ്തത്? മുഖ്യമന്ത്രിക്ക് കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന സ്വീറ്റ്സ് ക്ലിഫ് ഹൗസിൽ 2 ദിവസത്തിനകം എത്തിക്കുമെന്ന കുശല സംഭാഷണം നടത്തിയാണ് അന്ന് മടങ്ങിയത്. അപ്പോൾ മധുരപലഹാരങ്ങൾക്ക് പോലും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിൽ ഗവർണർ സർക്കാർ പോലും മാറിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ കാഴ്ച.